ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കിവിടെ സുഖമൊന്നുമില്ല, സുഖം ഉപാവ കേട്ടോ. അപ്പോഴേ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നും നമ്മളൊരു അടിപൊളി കിടക്കാച്ചി പായ്ക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല മഴയാണ് ഇവിടെ രാവിലെ കേട്ടോ. അപ്പോൾ നമുക്ക് ആ പായ്ക്കൊന്ന് പരിചയപ്പെടുത്താം അല്ലേ, ആദ്യം പരിചയപ്പെടുത്താം. അപ്പോൾ ഇന്ന് കുറുക്കുമായിട്ടാണ് സുപ്പ് വന്നത്. കുഞ്ഞുവാ കുറുക്കൊക്കെയാണ്, പനി ആയതുകൊണ്ട് കുഞ്ഞുവാ കുറുക്കൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ പൂരകം എന്ന് പറയും. പിന്നെന്താ നിങ്ങൾ പറയുന്ന വേറൊരു പേരുണ്ടല്ലോ, പൂരകം. പിന്നെന്താ പേര് കമൻറ്റ് ചെയ്യും, മറന്നുപോയി. നമ്മളിവിടെ പൂരകം എന്നാണ് പറയുന്നത്, പഞ്ഞിപ്പുല്ലെന്ന് പറയും. ഒത്തിരിയും പേരുണ്ടെന്ന് തോന്നിയില്ലേ. അപ്പോഴും നമ്മൾ ഇത് പാലിലാണ് കുറുക്കി വെച്ചേക്കുന്നത്. അപ്പോഴും നമ്മൾ പൂരകം എനിക്ക് അങ്ങനെ വരത്തുള്ളൂ കേട്ടോ. വേറെ എനിക്ക് ഇപ്പം പറഞ്ഞ് എന്താ മറന്നുപോയി. അത് സംഭവം പൂരകം, പഞ്ഞിപ്പുല്ലെന്നൊക്കെ പറയും. ആ സംഭവം തന്നെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പേരങ്ങ് മറന്നു. അത് നമ്മൾ കുറുക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന 2 കൂട്ടം സംഭവങ്ങൾ. തേൻ വേണം, നമുക്ക് പച്ചപ്പാൽ എടുക്കണം കേട്ടോ. പച്ചപ്പാൽ തന്നെ നമ്മൾ എടുക്കണം. ഇപ്പോൾ പൂരകം നമ്മൾ കുറുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചപ്പാൽ ഞാൻ പാലിലാണ് കുറുക്കിയെടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. വീണ്ടും നമ്മൾ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ തേൻകുട്ടനും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇത് നമുക്ക് എന്നും എല്ലാ ദിവസങ്ങളിലും നമുക്ക് ചെയ്യാം കേട്ടോ. മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ, ചുളിവുകൾ എല്ലാം പോകും. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇത് ഒന്ന് തേച്ച് നോക്കുക. 1 മാസം തുടർച്ചയായിട്ട് നമ്മളിത് ചെയ്ത് കൊടുത്താൽ മുഖം നല്ല കളറൊക്കെ കിട്ടും. നന്നായിട്ട് അങ്ങ് കുറുക്കി അങ്ങ് പറ്റി പോകരുത്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ആക്കിയെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് പറ്റിക്കരുത്. നമ്മൾ തീ കുറച്ച് സമാധാനത്തിൽ നമുക്ക് കുറുക്ക് വേണം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങ് ചിലർ പെട്ടെന്ന് തീ കൂട്ടിയിട്ടാൽ നമ്മുടെ പാത്രം തന്നെ അങ്ങ് കരിച്ചെടുക്കും. അങ്ങനെ ആവരുത്. നമ്മൾ പതിയെ നമ്മൾ ഇത് കുറുക്കിയെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. മുഖം നന്നായിട്ട് കഴിയുന്നതിന് ശേഷം വന്ന് നമ്മൾ മുഖത്ത് ഇട്ട് കൊടുക്കുക. എന്നും നിങ്ങൾക്കിത് ചെയ്യാം കേട്ടോ. നല്ല മുഖത്ത് നല്ല നിറമൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മുഖം കഴുകിയിട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മളെല്ലാ പായ്ക്കളും ഇടാവൂ കേട്ടോ. അപ്പോൾ നിങ്ങളവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ കൂട്ടുകാരെ? നമ്മുടെ ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട്. മഴയാണ്. എനിക്ക് ഇടിയും മിന്നലും പേടിയാണ് കേട്ടോ. രാവിലെ തുടങ്ങി, രാവിലെ തന്നെ ഒരു ഇതില്ല, തെളിച്ചമില്ല. അപ്പോൾ നമുക്ക് പായ്ക്കിടാം. ഇത് നമ്മൾ മുഖത്തിട്ട് അറിയത്തില്ല കേട്ടോ. ഇത് നമ്മൾ കുറുക്കിയതാണെങ്കിലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. നിങ്ങൾക്ക് അഥവാ ഞാനും 1 സ്പൂണേ എടുക്കത്തുള്ളൂ കേട്ടോ, ഒത്തിരി എടുക്കത്തില്ല. നമുക്ക് എല്ലാ ഭാഗത്തോട്ടും അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളെ, മുഖക്കുരുവിൻ്റെ പാടൊക്കെ ഉണ്ടല്ലോ, നെറ്റിമേലുള്ള ചുളിവുകൾ, ഇതൊക്കെ നമുക്ക് മാറി പച്ചപ്പാൽ തന്നെ നമ്മൾ എടുക്കാൻ നോക്കണം. തിളപ്പിച്ച പാലല്ല, പച്ചപ്പാൽ തന്നെ നമ്മൾ എടുക്കണം. പിന്നെ തേൻകുട്ടൻ്റെ കാര്യം പറയണ്ടല്ലോ. ഞാൻ മുഖത്തുണ്ടാകുന്ന പാടുകളും ഒക്കെ മാറ്റിത്തരും അല്ലേ. പഞ്ചസാര ഇട്ട പഞ്ചസാര വേണ്ടല്ലോ, നമ്മൾ തേൻ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. കുറേശ്ശെ അങ്ങ് കോരി കുടിച്ചാൽ മതി അല്ലേ. സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ എന്തുമാത്രം നമ്മുടെ മക്കളുമാർക്ക് കൊടുത്തിട്ടുണ്ട് കുറുക്കല്ലേ. എന്ത് പിള്ളേരും വഴക്കുണ്ടാക്കേണ്ടി ഇതൊന്ന് കുടിപ്പിക്കാൻ പേടുന്ന പാട്. ഏത്തയ്ക്കാപ്പൊടി എൻ്റെ പൊന്നെ, മൂക്കും വായും എല്ലാം പൊത്തിപ്പിടിച്ചാൽ പിന്നെ കൊച്ചുങ്ങളെ കുറുക്ക് കുടിക്കുന്നത് എങ്ങനെയല്ലേ. എൻ്റെ പൊന്നെ, പെടാപ്പാട് വട്ടതാണ് നമ്മൾ. ഇതിനെയൊക്കെ ഇത്രയൊക്കെ വളർത്തി. ഇനി എന്തെങ്കിലും ആവട്ടെ, എന്തോ വേണമല്ലോ അവർ കഴിച്ചോട്ടെ. കഴിച്ചില്ലെങ്കിൽ കഴിക്കേണ്ട അല്ലേ. വേണ്ടതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് കഴിക്കട്ടെ. നമ്മൾ കൊടുക്കാനുള്ളത് അന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലേ. എന്നിട്ട് നമ്മൾ കൊടുത്തില്ല എന്നവർ പരാതി പറയത്തില്ലല്ലോ, നമ്മൾ കൊടുത്തതാണ്. പക്ഷെ ഓരോന്നിനെ കണ്ടതേ ഇങ്ങനെ. പിന്നെ മോളെ കണ്ടാൽ പിന്നെ അമ്മയുടെ മോള് തന്നെ ഗുണ്ടുമണിയാണ് കേട്ടോ. പച്ചവെള്ളം കുടിച്ചാലും നമ്മളൊക്കെ അങ്ങോട്ട് വീർത്ത് വീർത്ത്. എൻ്റെ കാര്യം അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാനുള്ള കാര്യം പറയും. പക്ഷെ മോന് അപ്പൻ മോൻ തന്നെയാണ്.
എന്താ അവന് വണ്ണം വെക്കുന്ന ഒരു ടൈപ്പേ അല്ല, അത് ഒന്നും കഴിക്കത്തില്ല. ഞങ്ങളൊക്കെ പിന്നെ പച്ചവെള്ളം കഴിച്ചാലും പോലെ കഴിക്കുമല്ലോ, പച്ചവെള്ളം കുടിച്ചാലും നന്നാവും അല്ലേ. നിങ്ങളുടെ മക്കളെ നമ്മളെ ചില ചേച്ചിമാർ പറയും എൻ്റെ മോനെ പോലാണ് സുപ്പുവിൻ്റെ മോൻ എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരും കേട്ടോ. ഞാനിവിടെ നിന്ന് ചിരിക്കും. ലൈവിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ചേച്ചിമാരൊക്കെ പറയും കേട്ടോ, സുപ്പുവിൻ്റെ മോനെ പോലാണ് എൻ്റെ മോൻ. സത്യം ആണ്, എനിക്കറിയാം. ഒത്തിരി ചേച്ചിമാരുടെ മക്കളെ എനിക്കറിയാം. എൻ്റെ മോൻ്റെ കൂട്ട് തന്നെ വണ്ണവുമില്ല, ഒന്നുമില്ല. നമ്മുടെ ചിത്രശലഭം ഇന്നും പായ്ക്കിടാൻ വന്നു. നല്ലൊരു അടിപൊളി പായ്ക്കാണ് ഇത് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ റാഗി പൗഡർ തീരാറായി. കഞ്ഞിപ്പുല്ല്, റാഗിപ്പൊടി എന്നൊക്കെ പറയത്തില്ല. ഇത് നമ്മൾ പച്ചയാണ്. ഇന്നാളിലെല്ലാം തിരക്കി നടന്നത് മൊത്തം ഉണ്ടെന്ന് പറഞ്ഞത് വറുത്ത റാഗി പൗഡറായിരുന്നു. പക്ഷേ എനിക്ക് പച്ച തന്നെ കിട്ടി. അത് വെച്ച് വേണം നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് റാഗി വാങ്ങിച്ച് പൊടിപ്പിച്ച് നമുക്കിത് ചെയ്യാം കേട്ടോ. കുറച്ച് നിങ്ങൾ കുടിച്ചോ, ശരീരത്തിനും സൗന്ദര്യത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോഴതേ നന്നായിട്ടൊന്ന് നല്ല കുഞ്ഞി മസാജൊക്കെ അങ്ങോട്ട് കൊടുക്കണം. നമ്മൾ ചില പായ്ക്കുകളൊക്കെ ഇടുമ്പം നമ്മൾ വെറുതെ ഇങ്ങനെ തേച്ച് പോകും. പക്ഷേ ചിലതിടുമ്പം നന്നായിട്ട് നമ്മൾ മസാജൊക്കെ ചെയ്യണം. കവിളൊക്കെ അങ്ങോട്ട് തുടുത്ത് വരാൻ ആ കുഞ്ഞി മസാജൊക്കെ നല്ലതാണ് എപ്പോഴും. അപ്പോഴും നമുക്ക് ഇതൊരു നമ്മുടെ മറ്റേ പായ്ക്കുകൾ ഇട്ടിരിക്കുന്നത് പോലെ തന്നെ നമുക്കൊരു 15 മിനിറ്റ് വെറുതെ എങ്കിലും ഇരിക്കാം. ഉറങ്ങരുത്, കാര്യം പറയരുത്. എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ അതൊക്കെ പോയിരുന്ന് ചെയ്തോളൂ. സുപ്പിൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അടുക്കളയുടെ ജോലിയെല്ലാം കഴിഞ്ഞു. അതിന് ശേഷമാണ് നമ്മളിവിടെ വന്ന് പായ്ക്കൊക്കെ ഇടുന്നത്. ഇടുക്കി കൊച്ചുങ്ങളായിട്ടിരിക്കണം കേട്ടോ. അടുക്കളപ്പണി മാത്രമല്ല, ഇതുപോലുള്ള ലൊട്ടിലൊടുക്ക സംഭവങ്ങളും കൂടെ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേ 1 സ്പൂൺ എടുത്താൽ മതി കൂട്ടുകാരെ. ഞാനൊരു സ്പൂണാണ് റാഗി പൗഡർ എടുത്തേക്കുന്നത്. അത് മതി കേട്ടോ. നന്നായിട്ട് ഇതങ്ങോട്ട് പിടിച്ചിരിക്കട്ടെ. ബാക്കി വരുന്നതൊക്കെ ഞാൻ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ കൈയുടെ മുട്ടയിലും കാലിൻ്റെ മുട്ടയിലും ഒക്കെ തേച്ച് കൊടുക്കുക. വെറുതെ പാഴാക്കി കളയത്. അപ്പോഴിതാ നമ്മൾ എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഫുള്ള് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്ക് ഇത് ഇപ്പോൾ കഴിയിട്ട് വരാം കേട്ടോ. ഇരുന്നതിന് ശേഷം നമുക്ക് കരിയൊക്കെ മാറ്റാം. നല്ലൊരു തിളക്കമൊക്കെ കിട്ടും കേട്ടോ നമ്മുടെ മുഖത്ത്. അപ്പോഴേ ഇനി മിണ്ടരുത് കേട്ടോ. ഇനി മിണ്ടാതെ നമ്മളിരിക്കും. ആരും ഒന്ന് വിളിച്ചാൽ എന്തോന്ന് വിളിയേട്ടേക്കരുത്. ആക്ഷൻ കാണിക്കണം. ഞാൻ ഇവിടെ ഇല്ല എന്നൊക്കെ കാണിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കും. അപ്പോഴിതാ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് 15 മിനിറ്റ് ഇരുന്നു. 15 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ നമ്മൾ കഴുകി. അടിപൊളിയാണ് കേട്ടോ. കിടുക്കാച്ചേരി പായ്ക്കാണ്. നല്ല കളറ് കിട്ടും മുഖത്ത് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആവും. നമ്മൾ കുഞ്ഞൊരു മസാജൊക്കെ അങ്ങോട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞൊരു മസാജൊക്കെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഇത് നമുക്ക് ഡെയിലി നമുക്ക് ഈ ഒരു പായ്ക്ക് ഇടാം. നിങ്ങൾ ചെയ്ത് നോക്കൂ. അപ്പോഴെന്തായാലും കുറുക്കുമ്പോൾ നിങ്ങൾ പാൽ വെച്ച് തന്നെ റാഗി പൗഡർ കുറുക്കാൻ നോക്കണം കേട്ടോ. ഞാൻ റാഗി പൗഡർ പാലിൽ തന്നെയാണ് കുറുക്കിയെടുത്തത്. അപ്പോൾ അടിപൊളി കിടുക്കാച്ചി സൂപ്പറാണ് കേട്ടോ. ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കൂ. എല്ലാ ദിവസവും നമുക്കിത് ചെയ്യാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു പായ്ക്കാണ്. അപ്പോൾ തുടർച്ചയായിട്ട് 1 മാസമൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ. മുഖത്തുള്ള കരിവാളുപ്പും കറുത്ത നിറമൊക്കെ മാറിക്കിട്ടും. അപ്പോൾ കിടുക്കാച്ചിയാണ് കേട്ടോ. അപ്പോഴീ വേഗത്തിലുള്ള ടിപ്പ് ഇന്നത്തെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മഴയൊക്കെ മാറി നല്ല വെയിലായി. ഇപ്പം കണ്ടോ, നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് വന്നപ്പോഴത്തേനെ വെറുതെ നമ്മളെ കളിപ്പിച്ചതാണ് രാവിലെ മഴ. അപ്പോഴിതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ റാഗിപ്പൊടിയൊക്കെ തീരാറായി. കുറച്ചും കൂടെ ഉള്ളൂ എനിക്കിനി വാങ്ങിക്കണം. പച്ചപ്പൊടി തന്നെ എടുക്കാനും നോക്കണം. പിന്നെ നിങ്ങൾക്ക് അഥവാ പൊടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങാടിക്കടയിൽ കാണും കേട്ടോ റാഗി. അപ്പോഴത് വാങ്ങിച്ച് കുറച്ച് നമ്മളെന്താ കഴുകി ഉണക്കി പൊടിപ്പിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്നും നമുക്കിത് അരിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ എന്താ പറയുന്നത്, തവിടെന്നല്ലേ നമ്മൾ പറയാം, തോൽ, അതൊക്കെ അങ്ങ് നമ്മൾ അരിച്ചെടുത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയല്ലേ കൊടുക്കുന്നത്. അത് അരിച്ചെടുത്ത നല്ല നൈസ് പൗഡർ നമുക്ക് കിട്ടും. അതങ്ങോട്ട് കുറുക്കി മുഖത്തിട്ട് നോക്കിക്കോളൂ. അടിപൊളിയാണ് കേട്ടോ. ഇനി കൂടുതലൊന്നും ഞാൻ വർണ്ണിക്കുന്നില്ല ഇതിനെപ്പറ്റി. നമ്മുടെ പൊട്ടിട്ടില്ലല്ലോ.
ഇതിനകത്ത് നോക്കി ഞാൻ പൊട്ടിട്ടാലേ അത് കറക്റ്റ് ആവത്തില്ല കേട്ടോ, ഏതെങ്കിലും ഒരു സൈഡിൽ ചെന്നിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴും നമ്മുടെ ഡൈകളും നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. തുടർച്ചയായിട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് മുടിക്ക് നല്ല കളർ കിട്ടത്തുള്ളൂ. സുക്കുവിന് നരയുണ്ട്, സത്യം തന്നെയാണ്. ഇതിപ്പോൾ എനിക്ക് നമ്മൾ ഇന്നലെ ഞാൻ അടുപ്പിച്ച് നമ്മൾ ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് ആ നര കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. നല്ല കളറായിട്ട് കിട്ടി. മക്കളുള്ള ദിവസമേ എനിക്ക് എൻ്റെ മുടി നല്ലതായിട്ട് നര, ഇനി നമ്മൾ ഈ ചെയ്യാതിരിക്കുമ്പം നമുക്ക് നരയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വെളുത്ത് വരുമല്ലോ. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ അടുപ്പിച്ചത് ചെയ്തത് കൊണ്ട് തന്നെ നല്ല കറുത്ത ഒരു കളറായിട്ടിരിക്കുകയാണ്. അപ്പോഴേ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. സുപ്പുവിന് നരയുണ്ട്. ഒരു 50 വയസ്സാകുമ്പം എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും നരയൊക്കെ വരും. 50 ഉണ്ടോ സുപ്പുവിന്? ഇന്നലെ പറഞ്ഞ് എൻ്റെ പ്രായം എത്രയാണെന്നൊന്ന് കമൻറ്റിൽ കൂടി അറിയിക്കാൻ. 50 അടുപ്പിച്ചു കേട്ടോ. അപ്പോഴൊരു നരയൊക്കെ നമുക്ക് വരും. ചുമ്മാ പറയുന്നേ അല്ല കേട്ടോ. ഒന്നും കള്ളത്തരം പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്തിനാ? പിന്നെ ഈ നമ്മുടെ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ തുടർച്ചയായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്ത് തന്നെയാണ് നമ്മുടെ ഫേസ് പാക്കുകളാണെങ്കിലും നമ്മുടെ മുടിയിലെ ഉള്ളതാണ് ഡൈകളാണെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ഇട്ട് കൊടുക്കണം കൂട്ടുകാരെ കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോഴേ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും പറയുകയാണ്, ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോഴും നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളോട്ട് നമുക്ക് നാളെ കാണാം. എല്ലാ കൂട്ടുകാർക്കും